മനോഹരമായ കാഴ്ചയാണ്. പ്രേക്ഷകർ ഇത് ആസ്വദിച്ചാട്ടെ. നോക്കൂ, ഈ തോട്ടിൽ നിന്ന് കൈനകരി കായലിലേക്ക് എത്തുമ്പോൾ ഇടുങ്ങിയ മനസ്സിൽ നിന്ന് വിശാലതയിലേക്ക് വരുന്ന കുട്ടനാടിനെ നിങ്ങൾക്ക് കാണാം. ഈ മത്സരമാണ്. ഇവിടെയാണ് ഇനി അങ്ങോട്ട് തീ പിടിപ്പിക്കുന്ന പോരാട്ടം തുടങ്ങാൻ പോകുന്നത്. പുന്നമട കായലിലാണ്. കായലിൻ്റെ വിശാല സൗന്ദര്യത്തിലേക്ക് വരിക. ഇവിടെ ഈ പ്രഭാതം കാണാൻ എത്ര മനോഹരമാണ് അല്ലേ. കുട്ടനാട്ടുകാരൊക്കെ ഭാഗ്യസിദ്ധിച്ചവരാന്ന് പറയും. മീനപ്പള്ളി വട്ടക്കായലിൻ്റെ പ്രത്യേകതയുണ്ട്. ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നില്ലേ, 1952 ആദ്യമായിട്ട് ഇവിടെ നെഹ്റു എത്തുന്ന സമയത്ത് അന്ന് ഇവിടെ അടുത്ത മുരിക്കൻ്റെ മാർഷൽ എന്ന ബോട്ടിലാണ് ഈ നെഹ്റു വള്ളംകളി കണ്ടത്. അന്ന് നെഹ്റുവിനെ സ്വീകരിക്കാൻ വേണ്ടി തിരുക്കൊച്ചി സന്ദർശനം നടത്തിയിട്ട് കുട്ടനാട് സന്ദർശിക്കാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കിയത് ഈ സ്ഥലത്താണ്. ഇവിടെയാണ് 1952 ഡിസംബർ മാസത്തിൽ ആദ്യം 9 ചുണ്ടൻ വള്ളങ്ങൾ ചേർന്ന് നെഹ്റുവിനെ വിസ്മയിപ്പിച്ച്, നെഹ്റുവും ഇന്ദിരയും അന്ന് രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും കൊച്ചുമക്കളാണ്, ചെറിയ പ്രായമാണ്, അവരെ ഇരുത്തിക്കൊണ്ട് ആ മനോഹരമായ വള്ളം കളിക്ക് അദ്ദേഹം സാക്ഷ്യം വഹിച്ചു. ബോട്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എടുത്തപ്പോൾ ഈ മാർഷൽ ബോട്ടിൽ നിന്ന് വള്ളത്തിലേക്ക് നെഹ്റു എടുത്തു ചാടി എന്നാണ് കഥ പറയുന്നത്. ഒടുവിൽ ആ ആവേശം കണ്ടിട്ട് നെഹ്റുവിനെ ഈ വട്ടക്കായലിൽ നിന്ന്, മീനപ്പള്ളി വട്ടക്കായലിൽ നിന്ന് കൊച്ചി വരെ ചുണ്ടൻ വള്ളങ്ങൾ അനുഗമിച്ച് യാത്ര അയച്ചു എന്നൊരു കഥ കൂടിയുണ്ട്. കഥയല്ല, ചരിത്രമാണ്, നടന്ന സംഭവമാണ്. അതിനെ തുടർന്നാണ് നെഹ്റുവിൻ്റെ പേരിൽ ഈ മത്സരം അറിയപ്പെട്ടത്. പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി പിന്നീട് നെഹ്റു ട്രോഫിയായി മാറുകയായിരുന്നു. 1969 ശേഷം വലിയ ചരിത്രമുറങ്ങുന്ന, ഒരുപാട് തുടുപ്പും ആവേശവും ജീവിതവും കഥകളും ഒക്കെ ഉറങ്ങുന്ന ഈ പുന്നമടക്കായലിൻ്റെ വിശാലതയിലേക്ക്, കൈനകരി കായലിൻ്റെ വിശാലതയിലേക്ക്, മീനപ്പള്ളിയുടെ വട്ടക്കായലിൻ്റെ വിശാലതയിലേക്ക് നമ്മളിപ്പോൾ ഇതാ ചുണ്ടൻ വള്ളവുമായി എത്തിച്ചേർന്നിരിക്കുന്നു.